ഹായ്, DBD ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം. ഒരുപാട് കാലം തെളിയിക്കപ്പെടാത്ത ഒരു ദുരൂഹ കേസ്, തൻ്റെ സാമർത്ഥ്യത്തിൽ തെളിയിക്കപ്പെട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. സദസ്സിലുള്ള ആ സൈനിക ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കപ്പെട്ടത്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയായിരുന്നു. ഇത് അന്വേഷിക്കുമ്പോൾ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൻ്റെ ഉറവിടം തേടി ഞാൻ ചെന്നപ്പോൾ ഒരു മലമുകളിലുള്ള ഒരു വലിയ പാറക്കെട്ടുകൾക്കുള്ള ഒരു ഗുഹയുടെ സമീപത്താണ് എത്തിച്ചത്. അവിടെയുണ്ട് ആചാര ബാഹുവായ ഒരു മനുഷ്യൻ. കുറേ വയസ്സ് തോന്നിക്കും. ഞാൻ കൂടുതലൊന്നും അന്വേഷിച്ചില്ല. അദ്ദേഹം എന്നെ കണ്ട ഉടനെ തന്നെ എൻ്റെ പേരും എൻ്റെ ഉദ്ദേശവും എല്ലാം മനസ്സിലാക്കി എന്നോട് ഒരു കാര്യം പറഞ്ഞു. കുറച്ച് അപ്പുറത്തുള്ള ഒരു കിണറിൽ ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നുണ്ട്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുക. കൂട്ടത്തിൽ ആ കിണറിൽ പരിശോധിച്ച് വല്ല കിട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുക. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഭാര്യയും കൂടെ കൂട്ടണം എന്ന് ഓർമ്മപ്പെടുത്തു. അങ്ങനെ ഞാൻ അദ്ദേഹം പറഞ്ഞ പ്രകാരം ആ കിണറിലുണ്ട് ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആ കിണറിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുറച്ച് അവശിഷ്ടങ്ങൾ കിട്ടി. അത് ഞാൻ സൂക്ഷിച്ച് എൻ്റെ ഭാര്യയും കൂട്ടി ഈ മലമുകളിലെ ഗുഹയുടെ സമീപത്തെത്തി. അദ്ദേഹത്തെ, ആ മനുഷ്യനെ ഈ അവശിഷ്ടം ഏൽപ്പിച്ചു. അവശിഷ്ടം വാങ്ങി അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു സ്ത്രീ ഇവിടെ വരും. ആ സ്ത്രീ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ സ്ത്രീയോട് ചോദിച്ച് മനസ്സിലാക്കുക. 1 മണിക്കൂറോളം ആ സ്ത്രീ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. പിന്നീട് അപ്രത്യക്ഷമാകും. ഇത് കേട്ട് ഇദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഏതായാലും ഇദ്ദേഹം ഗുഹയിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുഹക്കുള്ളിൽ നിന്ന് ഇദ്ദേഹം ഒരു സ്ത്രീയും വരുന്നു. ആ സ്ത്രീ കണ്ടപ്പോൾ പരിചിത മുഖമായിരുന്നു. എനിക്കും ഭാര്യയ്ക്കും പരിചിത മുഖമായിരുന്നു. ഞങ്ങൾക്ക് ആശ്ചര്യവും സന്തോഷവും ഭയവും തോന്നി. എന്നാലും എൻ്റെ ഏൽപ്പിക്കപ്പെട്ട ചുമതല ഞാൻ നിർവഹിച്ചു. ഈ സ്ത്രീയോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. വിശദമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനെ ഈ കേസ് തെളിയിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ സ്ത്രീ എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഈ സ്ത്രീ അപ്രത്യക്ഷമായി. പിന്നീട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഈ സംഭവങ്ങൾ ആരോടും പറയണ്ട, ഇങ്ങോട്ട് ഇനി അന്വേഷിച്ചു വരണ്ട. ഈ പ്രതികൾ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഞാൻ ഈ പ്രതികളെ തിരഞ്ഞു നടന്നു. അങ്ങനെ 1ാമത്തെ പ്രതി ഞാൻ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ 2 പ്രതികളെ കൂടി മനസ്സിലാക്കി. അങ്ങനെ മൊത്തം 3 പ്രതികളായിരുന്നു. ഒരുപാട് കൊലപാതകത്തിന് നേതൃത്വം നൽകിയ 3 വ്യക്തികളാണ്. ഇവർ കുറ്റം സമ്മതിക്കുകയും ഇവരെ ഞാൻ കോടതിയിൽ ഹാജരാക്കുകയും കൂട്ടത്തിൽ ഈ അവശിഷ്ടവും തെളിവായി ഹാജരാക്കുകയും ചെയ്തു. അങ്ങനെ കോടതി ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകി. പിന്നീട് സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു, ആ സ്ത്രീ നിങ്ങൾക്ക് പരിചിത മുഖമായിരുന്നു എന്ന്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സ്ത്രീയെ പരിചയം? ആ സ്ത്രീ മറ്റാരുമല്ല, കാലങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട എൻ്റെ മകളായിരുന്നു. ആ മകളെ ഞങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും തിരിച്ചു കിട്ടുകയും ഒരുപാട് തെളിയിക്കപ്പെടാത്ത കേസുകൾ, കൊലപാതക കേസുകൾ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് തെളിവ് നൽകുകയും ചെയ്തു. അങ്ങനെ ഇത്തരം ടിപ്സ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ ഒരു വീഡിയോയും വരാം. താങ്ക്സ് ഓൾ.